PSC വിന്നേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്നലെ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി 40 ക്വസ്റ്റ്യനാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ, സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. 1. പശ്ചിമഘട്ടത്തിൽ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. 2. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടെ പ്രശസ്തമാണ്. 3. 1984 ഇത് ആരംഭിച്ചു. 4. പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരുന്നു. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. 42. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുറവുമുള്ള മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക. 42 ഓപ്ഷൻ ഡി ആണ്, എറണാകുളം, ഇടുക്കി. 43. കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? 43 ഓപ്ഷൻ ബി ആണ്, 7. 44. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഇന്ത്യൻ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗയാൻ. 2. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 3. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. 4. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. 44ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൾ ഓഫ് ദ എബോ. 1, 2, 3, 4 എല്ലാം ശരിയാണ്. 45. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം? ഓപ്ഷൻ ഡി ആണ്, മിന്നുമണി. 46. കേരളത്തിലെ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ ഏതു പേരിൽ അറിയപ്പെടുന്നു? 46 ഓപ്ഷൻ ബി ആണ്, കൈരളി. 47. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം? ഓപ്ഷൻ ഡി, കോഴിക്കോട്. 48. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ലൂയിസ് മയ നിയമം? 48 ഓപ്ഷൻ എ ആണ്, ക്രിക്കറ്റ്. 49. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? 49ൻ്റേത് ഓപ്ഷൻ സി ആണ്, വിദ്യാവാഹിനി ആപ്പ്. 50. തിരുവനന്തപുരം ജില്ലയിൽ പാറോട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണിത്. 2. അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ മണ്ണ് മ്യൂസിയം. 3. കേരള ഗവൺമെൻറ്റിൻ്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 4. 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. 50 ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. 1, 3, 4 അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിക്കപ്പെട്ട ഇന്ത്യയിലെ രണ്ടാമത്തെ മണ്ണ് മ്യൂസിയം എന്നത് തെറ്റായ ഉത്തരവാണ്. 51 കേരളത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെട്ട പ്രചാരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു? 51 ഓപ്ഷൻ എ ആണ്, തന്മുദ്ര. 52 സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ ഡി, ദൂരദർശൻ. 53 ജനനസമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ശരിയായ ജോഡി കണ്ടെത്തുക. 53 ഓപ്ഷൻ ബി ആണ്, 300, 206. മോണയ്ക്ക് ആരോഗ്യമുള്ള ഒരാൾക്ക് ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ എന്തെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്? 54ൻ്റേത് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. 1, 3 ആണ്. 1 നെല്ലിക്ക, 3 മുരിങ്ങയില. 55 വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. 55ൻ്റേത് ഓപ്ഷൻ സി ആണ്, തെങ്ങാണ് വരുന്നത്. ചന്ദ്രശേഖര, തെങ്ങ്. 56 ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെല്ലാമെന്ന് കണ്ടെത്തുക. 56ൻ്റേത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 1 മാത്രം. 1 എന്ന് പറയുന്നത് പവിഴപ്പുറ്റുകൾ. 57 വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ ആണ്, കുരുവിക്കൊരു കൂട്. 58 കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ഏത്? ഓപ്ഷൻ ബി ആണ്, പ്രിയങ്ക. 59 ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക.
എ. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്. ബി. ഡോക്ടർ എസ്. രാധാകൃഷ്ണൻ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് മികച്ച സംഭാവന നൽകിയ വ്യക്തിയാണ്. സി. ഡോക്ടർ സലീം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. ഡി. ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാം ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തിയ കൃഷി ശാസ്ത്രജ്ഞനാണ്. 59ൻ്റെ ഓപ്ഷൻ സി ആണ്. ഡോക്ടർ സലീം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. 60. തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ഓപ്ഷൻ ഡി ആണ് ക്രോമിയം. 61. സിങ്കിൻ്റെ അയിരേത്? സിങ്കിൻ്റെ അയിര് ഓപ്ഷൻ സി കലാമിൻ. 62. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? ഓപ്ഷൻ ബി ആണ് കാൽസ്യം. 63. ചില ശുദ്ധപദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് നൈട്രജൻ. 64. ജലം നിറച്ചൊരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ചിറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണമെന്ത്? 64. ഓപ്ഷൻ എ ആണ് അപവർത്തനം. 65. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായി നോബൽ സമ്മാന ജേതാവ്? 65. ഓപ്ഷൻ ഡി ആണ് മുഹമ്മദ് യൂനുസ്. 66. ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? ഓപ്ഷൻ ബി ആണ് സ്കൂൾ വിദ്യാഭ്യാസം. മലമ്പനി പരത്തുന്ന വാഹക ജീവി? 67. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം അനോഫിലസ് കൊതുക്. 68. താഴെ കൊടുത്തിരിക്കുന്ന വൈറസ് രോഗം അല്ലാത്തതേത്? ഓപ്ഷൻ ബി ആണ് ഡിഫ്തീരിയ. 69. എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം 1ഉം 2ഉം ശരിയാണ്. എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധന ശേഷി തകരാറാകുന്നു. 2. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. ഇത് രണ്ടുമാണ് ശരിയുത്തരം വരുന്നത്. 70. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏത്? 70. ഓപ്ഷൻ ഡി ആണ് മാംസ്യം. 71. ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 71. ഓപ്ഷൻ സി ആണ് വിറ്റാമിൻ സി, സ്കർവി. 72. 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്ത്? 72. ഓപ്ഷൻ ഡി ആണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 73. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏത്? 73. ഓപ്ഷൻ ബി ആണ് പക്ഷാഘാതം. 74. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? 1. വർദ്ധിച്ച വിശപ്പും ദാഹവും. 2. കൂടെയുള്ള മൂത്രമൊഴിക്കൽ. 3. ക്ഷീണം. 4. മങ്ങിയ കാഴ്ച. 74. ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരി. 75. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏത്? 75. ഓപ്ഷൻ ബി ആണ് ആർദ്രം മിഷൻ. 76. മാനസികാരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം ഏത്? 76. ഓപ്ഷൻ സി ആണ് ആശാഭവൻ. 77. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ഏത്? 77. ഓപ്ഷൻ ഡി ആണ് ജഗത് പ്രകാശ് നന്ദ. 78. ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമേത്? 78. ഓപ്ഷൻ സി ആണ് കുരങ്ങുപനി. 79. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയതാര്? ഓപ്ഷൻ എ ആണ് കാറ്റലിൻ കാരിക്കോ ഡ്രൂസ് ഫേസ്മാൻ. 80. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏത്? 80. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത് ഹാവിഷ്യൂർ.